es más. Suspense. ഈ വീഡിയോ വരുമ്പോൾ അടുത്ത വർഷം വരും കേട്ടോ, ഇപ്പോഴൊന്നും വരില്ല. ഒരു വർഷമാവുമോ? ഒരു വർഷമാവും. നാളെ ഒരു വർഷം. പിന്നെ ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ കേട്ടോ. ആണോ? ആഹാ, ആണോ? കുറച്ച് മണിക്കൂറിലുണ്ട്. എന്നെ ഒന്ന് എടുക്കാം അവിടെ. എടുക്കണം. നോക്ക്, നിന്റെ മൊബൈൽ നമ്പർ പറ. പറയൂ. 63. ഹലോ ചെറുകുട്ടീസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു അല്ലെ. അപ്പോ എന്താ പറയാ, 2024 ഒരു നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ ഇല്ല, 2024 നമ്മുടെ ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. പക്ഷെ 2025 ഇത് വരുന്നുണ്ടാവും അല്ലെ. അപ്പോ നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ ഒന്ന് പുറത്തോട്ടൊന്ന് പോകാന്ന് വിചാരിച്ചു. ചുമ്മാ ഒരു ഫോറൻ മാൾ, ഒരുപാട് നാളായി പുറത്തോട്ടൊക്കെ പോയിട്ട്, മാസങ്ങളായി. അപ്പൊ ഒന്ന് പുറത്തോട്ട് പോകാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ എനിക്ക് കുറച്ച് കല്യാണം വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാ അല്ലേ. അപ്പൊ അതിൻ്റെതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ എല്ലാവരും സഞ്ജു കൊണ്ടിട്ടെന്ന്. അപ്പൊ എല്ലാവരും കൂടെ നമുക്കൊന്ന് പോകുന്ന വഴി കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളല്ല, നിങ്ങൾ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ കണ്ടേ. ഇന്നിപ്പോ ന്യൂ ഇയർ എന്റെ തലേദിവസമായതോ എന്തായിരിക്കും ചെറിയ സ്ഥിതി അറിയില്ല. പറ്റേ ഞാൻ വീഡിയോസ് എടുക്കുന്നില്ല, വൈകിട്ടായിരിക്കും തിരക്കൊക്കെ. അതെ. അപ്പൊ നമുക്ക് പോകുന്ന വഴി കാണാം. ഓക്കെ, കണ്ടോ ബുസ് മണികളുണ്ട്. ബുസ് മണികൾ എവിടെ പോന്നേ? ടിട്ടാണ് ഇത്, ടിട്ട്. എന്റെ കാലിക്ക് ഞാൻ പേടിക്കൊണ്ടാണ്. എന്റെ കാലിൽ വരരുത്. എന്നെ തന്നെ. ബബി പോയിട്ട് വരാട്ടോ, ബൈ ബൈ. ഇതായിരിക്കണം ഒരു ടുട്ടു. നോക്ക്, എനിക്ക് പേടിയാണ് ഈ സാധനത്തിന്. കാറിൽ കയറി എന്താ ചെയ്യുക, സോറി. അങ്ങനെ നമ്മൾ വാക്സിൻ ഒക്കെ ചെയ്തു കേട്ടോ. വാക്സിൻ ചെയ്തപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഈ ഡ്രസ്സായിരുന്നു. അതുകൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്തു. അതുകൊണ്ട് വാക്സിന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്തായാലും സുന്ദരമായ കൈകളായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പെഡിക്യൂർ മെനിക്യൂർ അവിടേക്ക് പോവാം കേട്ടോ. ഓക്കെ, നമുക്കിനി പെഡിക്യൂർ മെനിക്യൂർ ചെയ്യാം. ഓക്കെ. അങ്ങനെ വാക്സിൻ കഴിഞ്ഞിട്ട് നേരെ മെനിക്യൂർ പെഡിക്യൂർ ചെയ്യുന്ന അവിടേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ മെനിക്യൂറിൻ്റെ ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷമാണ് ശരി അവിടെയുള്ള പയ്യനെ വിളിച്ചപ്പോൾ ഞാൻ ഒന്ന് എടുത്തു തരാൻ പറഞ്ഞു കേട്ടോ. എടുത്തു തരാൻ പറഞ്ഞു. അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഫുള്ള് സോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തിനാ വെറുതെ ഡബിൾ പണി ചെയ്യുന്നതെന്ന് കരുതി ഞാൻ അതങ്ങ് കട്ട് ചെയ്തിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്താണ്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും മെനിക്യൂർ പെഡിക്യൂറൊക്കെ ഒരു മാസം ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷേ നമ്മളെക്കൊണ്ട് പറ്റില്ലെങ്കിൽ നമ്മൾ ഒരു 6 മാസമോ ഒരു വർഷമൊക്കെ കൂടുമ്പോൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ചാലും അവിടെ പോയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ എന്താ പറയുക ബ്യൂട്ടി സലൂൺസിലൊക്കെ പോയി ചെയ്യുന്ന ഒരു ഇത് നമുക്ക് കിട്ടില്ല. കാരണം നമ്മൾ ആ മസാജിങ്ങോ അങ്ങനെയൊക്കെ ഒരാൾ നമുക്ക് ചെയ്തു തരുമ്പോൾ അത് ഒരുപാട് ഇതുണ്ടാവും. ഓക്കെ, അങ്ങനെ മെനിക്യൂർ ചെയ്ത് കഴിഞ്ഞ ശേഷം അങ്ങനെ പെഡിക്യൂറിൻ്റെ സെക്ഷനിലേക്ക് കിടന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഫസ്റ്റ് നൈൽസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ ഇടയ്ക്കൊക്കെ മെനിക്യൂറും പെഡിക്യൂറും ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ കൈകളായാലും നമ്മുടെ മുഖം എങ്ങനെ സൂക്ഷിക്കുന്നു അതേപോലെ ആയിരിക്കണം നമ്മുടെ ശരീരത്തിലെ ഓരോ ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് കേട്ടോ. കാരണം എന്താ പറയുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടോ ആയിരിക്കരുത്. നമ്മൾ സ്വന്തം ശരീരം നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ച് സംരക്ഷിച്ച് വെക്കണം. ഓക്കെ, അത് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. ചിലർ വിചാരിക്കും കാലല്ലേ നമ്മൾ എന്ത് ഇതാക്കാനാണ്. പക്ഷേ ഞാനൊക്കെ എൻ്റെ കാല് ഭയങ്കരമായി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അത് ഇപ്പോൾ ഇവിടെ തന്നെ ഈ കുട്ടി പറയാറുണ്ട്. കാരണം ഞാൻ എപ്പോൾ പോയി പെഡിക്യൂർ ചെയ്യുമ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ ബ്ലേഡിങ്ങിൻ്റെ എന്തൊരു ഓപ്ഷൻ ഇല്ല, അത് വെക്കേണ്ട ആവശ്യമേ ഇല്ല, അത്രയ്ക്ക് ക്ലീനാണ് കാലെന്ന് കേട്ടോ. എപ്പോൾ വന്നാലും പറയും. പിന്നെ വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ഇപ്പോൾ നാട്ടിൽ പോയി. ആ പെൺകുട്ടി എപ്പോഴും പറയും ഭയങ്കര ഇവർ രണ്ടുപേരും കൂടെ ചിലപ്പോൾ സംസാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട്. എന്തൊരു ക്ലീനിങ് ആണ്. കാരണം ഇവിടെ വരുന്ന ആൾക്കാരുടെ കാലൊന്നും അങ്ങനെ ക്ലീനിങ് ഉണ്ടാവില്ല. അത് ഓപ്പണായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും പറയാറുണ്ട്, എപ്പോൾ പോകുമ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമ്മളുടെ കാല്, നമ്മൾ പറയാറില്ലേ പെൺകുട്ടികളുടെ കാല് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക വൃത്തി എത്രത്തോളം ഉണ്ടെന്ന് അറിയുമെന്ന്.
അപ്പോൾ നമ്മളുടെ മുഖം സൂക്ഷിക്കുന്ന പോലെ തന്നെ നമ്മളുടെ കാലും നമ്മൾ കണ്ണാടി പോലെ സൂക്ഷിക്കുക. ഓക്കെ. പിന്നെ വൃത്തിയായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, പഴയ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അമ്മൂമ്മമാർ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ഒരു പെൺകുട്ടിയുടെ കാല് കണ്ടാൽ അറിയാം ആ കുട്ടിയുടെ വൃത്തി എങ്ങനെയുണ്ടെന്ന്, അതുപോലെ ഒരു അടുക്കള കണ്ടാൽ അറിയാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം കൂടെ രേണുവും പിള്ളേരും കൂടെ അപ്പുറത്തൊക്കെ പോയി ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. ഞാനിവിടെ ഒറ്റയ്ക്ക് പോസ്റ്റൊന്നല്ല, നമ്മൾ ഇത്രയും നേരമാവും, അതുകൊണ്ട് പിന്നെ അവർ എൻ്റെ കൂടെ വെറുതെ ഇരുന്ന് ബോറടിക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി കറങ്ങിയിട്ട് വരാൻ, ചുമ്മാ പോയി നോക്കാൻ പറഞ്ഞു. എന്തായാലും പൈസയൊന്നുമില്ല വാങ്ങിക്കാൻ, ചുമ്മാ പോയി കറങ്ങിക്കോളാൻ പറഞ്ഞു, ചുമ്മാ പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അയ്യോ, എൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നി. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവരും ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ മാഡം, എന്ത് പറ്റി, ഡയറ്റാണോ, വെയിറ്റ് കുറച്ചതാണോ, ഭയങ്കരമായിട്ട് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ. അറിയത്തില്ല കേട്ടോ, എന്തോ അറിയില്ല. ഇന്ന് പിന്നെ ഫുഡും കഴിച്ചിട്ടില്ല, അതിൻ്റെതൊക്കെ ക്ഷീണമൊക്കെ ഉണ്ടേ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടന്നുകൊണ്ടിരിക്കുകയാണ്. പാക്കൊക്കെ ഇട്ട് പിന്നെ അത് സ്ക്രബ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ഇതിട്ടോ. എന്താ പറയുക, അവർ തരുന്ന ആ ഒരു മസാജ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര സുഖമായിരിക്കും. നമ്മളെത്ര ചെയ്താലും, നമ്മളെത്രത്തോളം നമ്മൾ സ്വയം ചെയ്താലും മറ്റുള്ളവരിപ്പോൾ നമുക്കൊരു ഇത് എന്താ പറയുക, മസാജ്, അതേപോലെ കാലിലിപ്പോൾ ആ ഒരു ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിൽ കിട്ടുന്ന എന്താ പറയുക, നമ്മുടെ മൈൻഡ് തന്നെ ഭയങ്കരമായിട്ട്, നമ്മുടെ മൈൻഡിന് തന്നെ ഭയങ്കര റിലീഫ് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര റിലാക്സ് ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. മൈൻഡ് തന്നെ ഭയങ്കര റിലാക്സ് ആയിട്ട് തോന്നാറുണ്ട്. പിന്നെ എപ്പോഴും നമ്മളെ കൊണ്ട് എന്തായാലും എന്നെക്കൊണ്ടൊന്നും മന്ത്ലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മന്ത്ലി വീക്കിലേക്ക് ഞാൻ വീട്ടിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ ഇവിടെ പോയിട്ട് ചെയ്യാറ് ഒന്നുമില്ല 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ ചെയ്യണം, അപ്പോഴേ നമുക്ക് നമ്മളുടെ ആ എന്താ പറയുക, ഒരുപാട് അഴുക്കുകൾ നമ്മുടെ കാലിൽ നമ്മൾ എത്ര തന്നെ ക്ലീൻ ചെയ്താലും ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു ഇതായിട്ട് ഇവിടെ സലൂൺസിൽ പോയാൽ മാത്രമേ നമുക്ക് ഒരുപാട് ക്ലീനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഇത്, അപ്പോൾ അങ്ങനെ സ്റ്റെപ്പുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു 1 by 1 ആയിട്ട്. ഞാൻ ആ കുട്ടിയുടെ അടുത്ത് മുഖം കാണിക്കണ്ടെന്ന് പറഞ്ഞതാണ്, എന്നാലും ഇടയിൽ എങ്ങനെയോ മുഖം പെട്ടിട്ടുണ്ട്. പറ്റിയ ബ്ലർ ചെയ്യണം. പിന്നെ എപ്പോഴും ഈ പെൺകുട്ടിയാണ് കേട്ടോ എനിക്ക് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ വാക്സിങ് ആയാലും ത്രെഡിങ് ആയാലും പെഡിക്യൂർ മെനിക്യൂർ വേറെ ആരും ഞാൻ എന്താ പറയുക ചെയ്യാൻ സമ്മതിക്കത്തില്ല. കാരണം എനിക്ക് ഭയങ്കര കംഫർട്ടാണ് ഈ കുട്ടി. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ കുട്ടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പോവാറുള്ളൂ, അപ്പോയിൻമെൻറ്റ് എടുക്കാറുള്ളൂ. ഒരുപാട് പേരുണ്ട് അവിടെ, പക്ഷേ എനിക്ക് കംഫർട്ട് ഈ കുട്ടിയാണ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ്, എന്താ പറയുക, നമ്മളോട് നല്ലൊരു സൗഹൃദത്തിലാണ് ഈ കുട്ടി കേട്ടോ. നമുക്ക് എവിടെ ചെന്നാലും നമ്മുടെ ഒരു ഫേവറേറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ കുട്ടി എൻ്റെ ഫേവറേറ്റാണ്. എപ്പോൾ നോക്കിയാലും ഞാൻ പറയും ഈ കൊച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വരത്തില്ല എന്ന് പറയും കേട്ടോ. ഈ കുട്ടി ഇവിടുന്ന് പോകുന്നവരെ, ഞാനും ഇവിടുന്ന് പോകുന്നവരെ ഈ കുട്ടിയുടെ അടുത്ത് തന്നെ ഞാൻ ചെയ്യത്തുള്ളൂ. കാരണം നമുക്ക് ഭയങ്കര കംഫർട്ട് ആരായിരിക്കുമോ ആ ഒരു ഇതിലോട്ടാണ്. ഇപ്പോൾ തന്നെ വേറൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു കുട്ടിക്ക്, പക്ഷേ ഞാനുള്ളതുകൊണ്ട് അപ്പോൾ അവർ വേറൊരു കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര തിരക്കായിരുന്നു. കാരണം 31st ഇതും കൂടിയല്ലേ, അതുകൊണ്ട് ഭയങ്കര നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഭയങ്കര ബിസിയായിരുന്നു എല്ലാവരും. അങ്ങനെ അപ്പോൾ എന്തായാലും എന്താ പറയുക, നല്ല സുന്ദരമായ കാലുകളായി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ കാല് സുന്ദരം തന്നെയാണ്, എന്നാലും ഒന്ന് പറഞ്ഞത് മാത്രം. അങ്ങനെ എന്തായാലും ഇന്നൊരു വിധം പൈസയൊക്കെ പൊട്ടും ഇവിടെ. എന്താ പറയുക, നമുക്ക് കുഴപ്പമില്ല, ഒക്കെ ഓക്കെയാണ്. പക്ഷേ എന്നാലും പൈസ പോകുമ്പോൾ ഒരു ചെറിയ വിഷമം ആർക്കായാലും ഉണ്ടാവുമല്ലോ, ആ ഒരു വിഷമം എനിക്കുണ്ട് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി നമ്മൾ ചിലവാക്കണ്ടേ അല്ലേ. അപ്പോൾ ആ ഒരു ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറ്. അല്ലാതെ ഫേസിലൊന്നും ഞാൻ അങ്ങനെ ഒരുപാട് ചെയ്യാറില്ല. ഇപ്പോൾ ഈ കുട്ടി ചോദിക്കുകയും ചെയ്തു, ഞാനൊരു ക്ലീനപ്പ് ചെയ്തിട്ട് വർഷങ്ങളായി. അപ്പോൾ പറയുകയും ചെയ്തു, എന്താണ് ചേച്ചി ഇങ്ങനെ ക്ലീനപ്പ് ഒന്നും ചെയ്യുന്നില്ലേ, ഒരുപാട് നാളായാലോ ചെയ്തിട്ട്. അതായത് ഞാനൊരു ഷോയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഫേസ് ആദ്യമായിട്ടൊന്ന് ക്ലീൻ ചെയ്തത്. ഫേസ് ക്ലീനിങ് ഒരു 2 വർഷം ആയിട്ടുണ്ട് മേ ബി. അതിനുശേഷം ഫേഷ്യലോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഫേസ് ക്ലീനിങ്ങോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ചോദിച്ചൊന്ന് ചെയ്യുന്നുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. ഇതങ്ങോട്ട് കഴിഞ്ഞ് മസാജ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക ഒരു പാക്കിട്ട് തരും. ഓക്കെ, പിന്നെ വേറെന്താ പ്രത്യേകിച്ച് പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ ഇതുമില്ല. പിന്നെ അങ്ങനെ ഇത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കാർക്കും ബോറടിക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. വെറും എൻ്റെ കാല് മാത്രം കാണിച്ചിട്ട് ആരും ഒന്നും വിചാരിക്കുകയും ചെയ്തത്, ആർക്കും ബോറടിക്കുകയും ചെയ്യില്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, പിന്നെ
വേറെ പ്രത്യേകിച്ച് എന്താ, വേറെ ഒന്നുമില്ല. കുറേ നേരം ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഇവർ അതിന് മുമ്പേ ചോദിച്ചു ജ്യൂസോ കോഫിയോ എന്തെങ്കിലും വേണമെന്ന്. ഞാൻ പറഞ്ഞു രേണുവിനോട് പോയി കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ശരി വെറുതെ, അപ്പോൾ ഞാൻ പറഞ്ഞാൽ കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ഒരു കോഫി കുടിച്ചു കേട്ടോ. കോഫി കൊണ്ടു തന്നു, അപ്പോൾ പിന്നെ കുടിച്ചു. പിന്നെ ഇനി ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, നല്ല ടയേർഡ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് എവിടെ ആയാലും ഇപ്പോൾ നമ്മളുടെ ഇതിലൊന്നും തന്നെ ഒന്നുമില്ല, ഏതായാലും നമ്മളുടെ ഇപ്പോൾ ആയുർവേദിക്കിലൊക്കെ നമുക്കിങ്ങനെ ഒരു മസാജ് ഇതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മുടെ ഒരു ബോഡിക്ക് തന്നെ ഭയങ്കര ഒരു ഇതായി ഫീലിംഗ് ആയിട്ട് തോന്നുമല്ലോ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ എത്ര പെഡിക്യൂർ വീട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അങ്ങനെയൊന്നും ഇത്ര ഇതായിട്ട് നമുക്ക് തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വേറൊരാൾ നമുക്കിങ്ങനെ ഇവിടെ പോയിട്ട് ഇവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഇത് മസാജും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവരതിനാണല്ലോ അവിടെ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, അത് വീഡിയോയിൽ ചെറുതായി പറഞ്ഞിട്ടുണ്ട്, പാട്ടുള്ളത് കൊണ്ട് ഇതായത്. അപ്പോൾ അവർ പറയാം അതിനല്ലേ സലൂൺ എന്നുള്ളത് കേട്ടോ. ആ കുട്ടി പറയുകയും ചെയ്തു. പിന്നെ ഫേസ് കാണിക്കണമോ ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ഇതാണ് ലാസ്റ്റത്തെ ഇത് കേട്ടോ. ഇനി അത് കഴിഞ്ഞ് ആ പാക്ക് ഇട്ട് കഴിഞ്ഞു വെയിറ്റ് ചെയ്യുക, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴുകിക്കളഞ്ഞു, അത്രയേ ഉള്ളൂ. ഇന്ന് പിന്നെ ആ കൊച്ചിന് ഭയങ്കരമായിട്ട് ഒരുപാട് തിരക്കുകളുണ്ട്. അധികം ഈ കുട്ടിയോടാണ് എല്ലാവരും ചെയ്യിപ്പിക്കുക. അതാണ് വേറൊരു കാര്യം. എത്ര പേരുണ്ടെങ്കിലും ഈ കുട്ടിയെ വിളിക്കത്തില്ല, അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്കും ഇവളാണ് കംഫർട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഈ പാക്കും കൂടെ കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, തിരിച്ച് ഇവിടെ നിന്ന് എഴുന്നേൽക്കണം. എത്ര മണിക്കൂറായി, മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 3 hours മേലെ ആയിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് കേട്ടോ. അതായത് മെനിക്യൂർ പെഡിക്യൂറും കൂടെ ആയിട്ട് വാക്സിങ്ങും. അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞു. പിന്നെ പെഡിക്യൂർ ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എന്താ പറയുക, ലാസ്റ്റ് അവർ എല്ലാം കഴിഞ്ഞ് നെയിൽ പോളിഷ് ഇടണോ ചോദിക്കും, ഇടുന്ന ആൾക്കാർക്ക് ഇടാം. അപ്പോൾ അങ്ങനെ നെയിൽ പോളിഷും കൂടെ കിട്ടും. ഞാൻ എപ്പോഴും പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നെയിൽ പോളിഷ് ഇടാറുണ്ട്. അങ്ങനെ നെയിൽ പോളിഷ് നമ്മളൊരു കളർ ചൂസ് ചെയ്തു കൊടുത്തു. എനിക്ക് എപ്പോഴും ഇങ്ങനത്തെയൊക്കെ ന്യൂഡ് കളർ, ലൈറ്റ് കളറിനോടാണ് താല്പര്യം. വലിയ മാതിരി കടുന്ന് ഭയങ്കര ഡാർക്ക് കളറിനോട് എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഓരോരുത്തരും ഇഷ്ടമല്ലേ ഓരോരത്. അപ്പോൾ ഇത് ഓൾറെഡി എൻ്റെ അടുത്തുള്ള കളർ തന്നെയായിരുന്നു. അപ്പോൾ ആ കുട്ടി ഓക്കെ ഫസ്റ്റ് ഓക്കെ 2-3 കളർ ആ കുട്ടി ചൂസ് ചെയ്തു. അപ്പോൾ ഞാൻ ഇത് ചൂസ് ചെയ്ത് ലാസ്റ്റ് ഈ കുട്ടി പറയുന്ന കിട്ടുമ്പോൾ ഇത് നല്ല രസമുണ്ട് മാഡത്തിൻ്റെ കാലിൽ നിന്ന് കേട്ടോ. ഞാൻ ആ കാലിൽ നഖം വളർത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എപ്പോഴും പൊട്ടി പോകും. അപ്പോൾ ഇന്ന് കുറച്ചൊരു നെയിൽസ് ലെഫ്റ്റ് സൈഡ് കാലിലെ തള്ളവരിലെ നെയിൽസ് ഒന്ന് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു അത് കട്ട് ചെയ്തോളാം, എന്നിട്ട് മെല്ലെ അത് കട്ട് ചെയ്ത് തന്നു. അങ്ങനെ 4 മാസത്തിന് ശേഷമാണ് ഞാൻ ത്രെഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല പെയിനായിരുന്നു, എന്ത് പറ്റിയെന്ന് അറിയില്ല. പിന്നെ എന്താ പറയുക, വാക്സിനൊക്കെ ചെയ്തുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പെയിൻ ഉണ്ട്. അപ്പോൾ ആ കുട്ടി എന്നെ പറഞ്ഞു 4 മാസമൊക്കെ ആയില്ലേ. അതുകൊണ്ട് ഞാൻ അങ്ങനെ എപ്പോഴും വാക്സിൻ ഒന്നും ചെയ്യുന്ന ആളല്ല, ത്രെഡിങ്ങോ അതെ അങ്ങനെയൊന്നും എപ്പോഴും ചെയ്യില്ല. പക്ഷേ എപ്പോഴെങ്കിലും 4 മാസം 3 മാസം കൂടുമ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ടയേർഡ്നെസ് ഉണ്ട്, തലവേദനയുണ്ട്, ത്രെഡിങ്ങൊക്കെ ചെയ്തുകൊണ്ട് തന്നെ. എല്ലാം കൊണ്ടും മൊത്തത്തിലൊരു പെയിൻഫുള്ളാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ചിലർ ചോദിക്കും ഇത്രയും വേദന സഹിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് കുറച്ച് കയ്യും കാലൊക്കെ സുന്ദരമായി കിട്ടാൻ നമ്മൾ വേദന സഹിച്ചേ പറ്റൂ. ഞാനങ്ങനെ വീട്ടിലൊന്നും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. എപ്പോഴെങ്കിലും ഇങ്ങനെ ഇവിടെ പോകുമ്പോൾ ചെയ്യാറുണ്ട്. അത് ഇത്തിരി പെയിൻഫുൾ ആയിരിക്കും, കുഴപ്പമില്ല, എന്നാലും ചെയ്യും. വാക്സ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അതിൻ്റേതായിട്ടുള്ള പെയിൻഫുൾ ഉള്ളത്. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് വെളിയിൽ പോയിട്ട് കാണാം. ഇതാണ് ഫോറൻ മാൾ കേട്ടോ. സിൽവർ പാത്രങ്ങളുടെ കൂട്ടങ്ങൾ കണ്ടോ. ആഹാ, എന്ത് രസം. എല്ലാം സെറ്റ് അറിയണോ, സ്റ്റാൻഡും സെറ്റ്. കുറേ മാറിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ. അല്ല രേണുമ, നല്ല രസമുണ്ട് കണ്ടോ. കുട്ടികളവിടെ ജോലി ചെയ്യുന്നു. ഇതാണ് മാളിൻ്റെ ഒരു ഇത് കേട്ടോ. നമ്മളിവിടെ ഒന്നും വാങ്ങിക്കണമെന്നില്ല. കണ്ടു നമ്മുടെ നാട്ടിലെ വെള്ളരിക്ക, മലബാർ കുക്കുംബർ. അതെന്താ പേര്? മലബാർ കുക്കുംബർ എന്ന് നട്ടു വെച്ചിട്ട് ഇവിടെ. മലബാർ കുക്കുംബർ. മല്ലിയൊക്കെ വേണ്ടിയിട്ടാ വണ്ണം കൂടും. അടുത്ത വർഷം തൊട്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് ഡ്രസ്സ് ഇടാൻ പോണേ. എങ്ങനെയുണ്ട്? എന്താണ് നിങ്ങളുടെ താല്പര്യം? ഇവിടെ നിന്ന് ചായ കുടിക്കാമെന്ന് വെച്ചാൽ രേണുമ്മ ചായ വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്. ചായ ഒന്നും കഴിച്ചില്ല കേട്ടോ, സമയമായി. ഈ ചായ കുടിച്ചാണ്ട് ഭയങ്കര കോടിയൻ കൊണ്ട് കാഫി കുടിച്ചിട്ടോ. പക്ഷേ ചായ കുടിക്കാറുണ്ട്. അതെ എന്താടേ മീനും കൂടെ നോക്ക്.
ചോക്ലേറ്റ് ഇത് ഫ്രിഡ്ജിൻ്റെ ചോക്ലേറ്റ് ആണല്ലോ. നീ അപ്പം എവിടുന്ന് ചോക്ലേറ്റ് വാങ്ങിക്കണോ? എന്താ അതിൻ്റെ ഉള്ളിൽ? അപ്പോൾ കാണും പറയാം ഗെയിം എന്താ സഞ്ജയ് സംഭവം? ഗെയിമിംഗ് ആണ് കേട്ടോ കുട്ടികളുടെ പുതിയതായിട്ട്. ഫോട്ടോ എടുക്കുന്ന രേണു. അവരവിടെ അതാ സംസാരിച്ച് നിൽക്കണം കേട്ടോ. ഞാനിവിടെ വോയിസ് ഓവർ ഒരുപാട് നല്ല തിരക്കുണ്ട് ഇവിടെ. ആഹാ കണ്ടു കണ്ടു, നല്ല തിരക്കുണ്ട് ഇവിടെ. എപ്പോഴും ഇതിനൊരു ഒഴിവ്. ഇതിലിരുത്തി അവളെ 100 റുപ്യ ഞാൻ ഇതിന് കൊടുത്തിട്ട് 100 റുപ്യ ടാറ്റാ ബൈ ബൈ. ആവശ്യമില്ലാതെ മാക്സിൻ്റെ ഉള്ളിൽ കയറി ചുറ്റിത്തിരിയുന്ന രേണു. പോയാലും വിടരുത്, നമുക്ക് വേണം. மாலை பார்த்ததில்ல போல யாரும். மாலை അതാണ് കോൾഡ് കോഫി. അങ്ങനെ നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിരിക്കുകയാണ് രേണുമ. ആർക്കാണെന്നൊന്നും പറയത്തില്ല. സസ്പെൻസ് ആൻഡ് സർപ്രൈസ്. സസ്പെൻസ്. ഈ വീഡിയോ വരുമ്പോൾ അടുത്ത വർഷം വരുള്ളൂ കേട്ടോ, ഇപ്പോഴൊന്നും വരില്ല. 1 വർഷമാവുമോ? 1 വർഷമാവും. നാളെ 1 വർഷം. പിന്നെ ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ ഇപ്പോൾ. ആണോ? ആഹാ ആണോ? കുറച്ച് മണിക്കൂറിലുള്ളൂ. എന്നെ ഒന്ന് എടുക്കുന്നോട്ടെ. എടുക്കണ നോക്ക്, നിൻ്റെ മൊബൈൽ നമ്പർ പറ. പറയൂ. 63 സഞ്ജുവിന് കോളേജിൽ പോകാൻ കേട്ടാ. ഓക്കെ, താങ്ക് യു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പോകുന്നു. ഈ ലാസ്റ്റ് ഇയർ പർച്ചേസ്. ഇനി എനിക്കിതിൻ്റെ ഉള്ളിൽ പോകണമെന്നില്ല. ഐഫോൺ 16 ഡിജിറ്റൽ.
ബിരിയാണി തട്ട്, ചൂട് ചൂട് ബിരിയാണി. ഞങ്ങൾക്കൊന്നും വന്നിട്ടുമില്ല അല്ലേ രേണു? അങ്ങനെ ഇതാ മീനക്കുട്ടി, പൊറോട്ട, രേണുമ്മ, ഇഡ്ഡലി കാണുന്നുണ്ടോ? അവരതാ പോകുന്നു. അപ്പോൾ ഇപ്പോൾ സമയം എത്രയെന്നറിയുമോ? 8 മണി കഴിഞ്ഞു. അങ്ങനെ ഏകദേശം നമ്മളിവിടെ എല്ലാം ചുറ്റിക്കറങ്ങി. ഇനി നേരെ നമ്മൾ പോകുന്നു. അവർ ഓടുന്നു, ഞാനിവിടെ നിൽക്കുന്നു. അതാ ലാസ്റ്റ്. പോയിട്ട് വാ. കാണിക്കണ് അതോ പോവാ പറയേ? പോയി. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അല്ലേ? അതെ, ഈ 2024 പോലെ ഒരു വർഷമായി തീരരുത് 2025 ഒരിക്കലും ആകരുത്. എന്താ പറയാ, പ്രാർത്ഥിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ എന്താ പറയാ മൊത്തത്തിൽ പോയി. ഓക്കെ, ബൈ, ടാറ്റ, ലവ് യു, ഉമ്മ സെലിബ്രിറ്റീസ്, ബൈ ബൈ, സീ യു.